കൊല്ലം ജില്ലയിൽ നിന്ന് എല്ലാവരും ഇന്ന് ഉച്ചയോടെ കേട്ടതൊരു ദുഃഖവാർത്ത തന്നെയായിരുന്നു. ശാസ്താംകോട്ടയുടെ അഭിമാനമായിരുന്ന ഒരു പെൺകുട്ടി നാടൻ പാട്ടുകൾ സ്വന്തം കലാരൂപത്തിൽ ചേർത്ത് തന്റെ എല്ലാമാക്കി മാറ്റിയ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എല്ലാവരെയും കരയിപ്പിച്ചത്. വാഹനാപകടത്തിൽ നാടൻ പാട്ട് കലാകാരിയും മിമിക്രി താരവുമായ ലക്ഷ്മിയുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. പുലർച്ചെ പരിപാടി കഴിഞ്ഞു മടങ്ങിയ നാടൻ പാട്ട് സംഘത്തിന്റെ വാൻ മരത്തിലിടിച്ചാണ് 20കാരി മരിച്ചത്. ഈ അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിലൂടെ തന്നെ ലക്ഷ്മിയുടെ അവസാന നിമിഷത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുകയും ചെയ്യുകയായിരുന്നു. ലക്ഷ്മിയുടെ സന്തോഷ നിമിഷങ്ങൾ അവളുടെ അവസാന വീഡിയോ ആയിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പുലർച്ചെ 2 മണിക്ക് പരിപാടി കഴിഞ്ഞ് ട്രൂപ്പ് അംഗങ്ങൾക്കൊപ്പം വിശ്രമിക്കുന്ന വീഡിയോ ആണ് ലക്ഷ്മി പോസ്റ്റ് ചെയ്തത്. പുലർച്ചെ 2 മണിക്ക് പരിപാടി കഴിഞ്ഞുവെന്നും വീട്ടിൽ പോകാൻ ഒരുങ്ങുകയാണെന്നും ലക്ഷ്മി വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി അവർ പങ്കുവച്ചിരുന്നു. വാണി ജയറാം, ജാനകിയമ്മ, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയ ഗായകരുടെ ശബ്ദങ്ങൾ ലക്ഷ്മി അനുകരിക്കുമായിരുന്നു. റിയാലിറ്റി ഷോയിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഒന്നാമതെത്തിയിരുന്നു. അച്ഛനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ലക്ഷ്മി ചിതറ മാടൻകടവിൽ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. കൊട്ടാരക്കര സെയിന്റ് ഗ്രിഗേറിയസ് കോളേജ് BA പൊളിറ്റിക്കൽ അവസാന വർഷ വിദ്യാർത്ഥി കൂടിയായിരുന്നു ലക്ഷ്മി. അങ്ങനെ ഒരുപാട് പ്രശസ്തമായ കാര്യങ്ങളാണ് താരത്തിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരുടെയും അഭിമാനമായിരുന്നു ലക്ഷ്മി എന്ന് ഒറ്റവാക്കിൽ പറയാം. നാട് മുഴുവൻ ഉത്സവങ്ങളുടെ കാലമാണിപ്പോൾ. കലാകാരന്മാർക്ക് കൈനിറിയ പരിപാടികളുള്ള സമയവും. അതിനായി ചടയമംഗലത്തെത്തിയതായിരുന്നു കടയ്ക്കലിൽ ലക്ഷ്മിയുടെ നാടൻപാട്ട് സംഘം. പുലർച്ചെ വരെ നീണ്ട പരിപാടിയും കൂട്ടുകാർക്കൊപ്പമുള്ള നിമിഷങ്ങളും ആസ്വദിച്ച് പുലർച്ചെയോടെയാണ് ലക്ഷ്മിയും കൂട്ടരും വീട്ടിലേക്ക് തിരിച്ചത്. എന്നാൽ ആ യാത്ര മരണത്തിലേക്കായിരുന്നു ചെന്നവസാനിച്ചത്. കൂട്ടുകാർക്കൊപ്പമുള്ള നിമിഷങ്ങളും പരിപാടിയും ആഘോഷ നിമിഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു ലക്ഷ്മി. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ വേദനയോടെ മാത്രമാണ് ഓർക്കാൻ സാധിക്കുക. മരണവാർത്ത അറിഞ്ഞവർക്കെല്ലാം കാണാൻ കഴിയുന്നതും അത് മാത്രമായിരുന്നു. ചടയമംഗലത്തെ വേദിയിൽ നാടൻ പാട്ടുകൾ പാടി കാണികളെ കയ്യിലെടുക്കുമ്പോഴും ആ തളർച്ചയിൽ സുഹൃത്തുക്കൾക്കൊപ്പം വിശ്രമിക്കുമ്പോഴും ലക്ഷ്മി അറിഞ്ഞിരുന്നില്ല ഇത് തന്റെ അവസാന വേദിയാകുമെന്ന്. ലക്ഷ്മിക്ക് അത്രമേൽ വിഷമം ഉള്ളിലുണ്ടായിരുന്നില്ല. സന്തോഷത്തിൽ ആടി തിമിർക്കുകയായിരുന്നു ലക്ഷ്മി. ശനിയാഴ്ച രാവിലെയാണ് ലക്ഷ്മിയും മറ്റു കലാകാരന്മാരും സഞ്ചരിച്ചിരുന്ന നാടൻപാട്ട് സംഘത്തിന്റെ വാൻ മരത്തിലിടിച്ചത്. കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാന പാതയിൽ സിനിമാപ്പറമ്പിലായിരുന്നു അപകടം. കലാകാരി എന്ന നിലയിലും നാട്ടുകാർക്ക് പ്രിയങ്കരി എന്ന നിലയിലും എല്ലാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടുകാരുടെയും വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി തന്നെയാണ് അവൾ ഇത്രയും നാളും ജീവിച്ചു കൊണ്ടിരുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.